എന്ത് പറഞ്ഞാലും ഷാനവാസിന് എൻ്റെ അടുത്തേക്ക് വരുന്നത് പണ്ട് മുതലേ ഉള്ളൊരു ശീലമാണ്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ അടുത്തേക്ക് വന്നു, ഞാൻ പ്രതികരിച്ചു. ആ സമയത്ത് എൻ്റെ ടെമ്പർ ആകെ തെറ്റിക്കിടക്കുകയായിരുന്നു. ഓൾറെഡി അത് തെറ്റിക്കിടക്കുകയാണ്. എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. ആ ഒരു ഇതിൽ ഞാൻ ചെയ്തതാണ്, അല്ലാതെ ഇയാളുടെ ഹൃദയത്തിലേക്ക് എടുത്ത് എറിയണമെന്നൊന്നും വിചാരിച്ച് ഞാൻ ചെയ്തതല്ല. അങ്ങനെ ഞാൻ ഒരിക്കലും ചെയ്യില്ല. പിന്നെ ഞാൻ എറിയുന്നതും അത്ര അങ്ങോട്ട് ശക്തി എടുത്തിട്ടൊന്നുമല്ല. ഞാൻ പാൽ ബോട്ടിൽ ഇങ്ങനെ അങ്ങോട്ട് ഇട്ടതേ ഉള്ളൂ. അക്ബർ പറയാം, നീ പറയണ്ടടാ, ഞാൻ കണ്ടതാടാ. എന്തോ കണ്ടെന്നാ ഇവനൊക്കെ. അക്ബർ ഇത്രയും ഇതായി പോയല്ലോ. അവസാനം ഞാൻ ഷാനവാസിനെ കൊല്ലാൻ ശ്രമിച്ചതാണെന്നൊക്കെ ആ ഒരു ടോക്ക അത് ഞാൻ കേട്ടത്. അങ്ങനെ എന്തായാലും പോകില്ല ഇനി എന്ത് പറ്റിയാലും എന്ന് സാബു മോൻ. ഒരിക്കലും അങ്ങനെ പോകില്ല, അത് നീ പേടിക്കണ്ട. അത് നമ്മുടെ ലൈഫിലെ ഏറ്റവും ചീപ്പ് ക്യാരക്ടറാണ് ഈ ഇങ്ങനൊരു സംഭവം കിട്ടുമ്പോൾ നമ്മളത് മുതലെടുക്കുന്നുള്ളത്. അക്ബർ പറയുന്നു, എന്തെങ്കിലും പറയുമ്പോൾ മനസ്സിലാക്കിയിട്ട് വേണം എന്നോട് പെരുമാറാൻ. അല്ലാതെ ഞാനൊരു ഹീറോയിസം കാണിക്കുന്നതൊന്നും അല്ല. പറയുമ്പോൾ അതിനുള്ളത് തിരിച്ച് കിട്ടുമെന്ന് ഉറപ്പുണ്ടായിട്ട് വേണം അത് പറയാനെന്ന്. അപ്പോൾ അക്ബർ പറയുന്നു, വരും വരാഴികൾ അറിഞ്ഞ് പെരുമാറുക അല്ലേ. പറഞ്ഞു കഴിഞ്ഞിട്ട് അവളെപ്പോലെ കൾച്ചറില്ലാത്ത രീതിയിൽ ഞാൻ പോകില്ല. എൻ്റെ പ്രതികരണം ഇങ്ങനെയാണ്. തിരിച്ച് കൊടുക്കുന്നത് വാങ്ങാനുള്ള ഗഡ്സ് ഉണ്ടെങ്കിൽ മാത്രമേ പറയാൻ നിൽക്കാവുള്ളെന്ന് നിവിൻ. നമുക്കും ഉണ്ട് ഫീലിങ്സ്. നിയമത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ ആരെയും പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ടൊന്നും ചെയ്യാൻ പാടില്ലെന്ന് സാബുമോൻ പറയുന്നത്. നിവിൻ ചോദിക്കുന്നത് എവിടെ? ബിഗ് ബോസ് നിൻ്റെ നിയമത്തിലുണ്ടെന്ന് സാബുമോൻ. ലിറ്ററലി ഞാൻ അനുമോളെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ നന്മമരമല്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നന്മമരമല്ല. ഞാനൊരു എൻ്റർടൈനർ ആണെങ്കിലും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എനിക്കുണ്ട്. ബ്ലാക്ക് സൈഡ് ഇല്ലാത്ത ആരും ഇല്ലെന്ന് അക്ബർ പറയുന്നു. അല്ലാതെ എല്ലാം കേട്ടിട്ട് പറഞ്ഞോളെന്നും പറഞ്ഞ് അനുമോളാണൊക്കെ ചിരിച്ച് കൊഞ്ചി വരാൻ എനിക്ക് പറ്റത്തില്ലെന്ന് അത് ആക്ഷൻ ചെയ്ത് കാണിക്കുന്നുണ്ട് നിവിൻ. അങ്ങനെ പോയിട്ട് എൻ്റെ പട്ടി പറയും ഞാൻ അവളടുത്ത്. ഒരു ഗെയിമർ എന്ന നിലയിൽ ഞാൻ അനുമോളെ മാത്രമാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ഒരു വൃത്തികെട്ട രീതിയിൽ നിൽക്കുന്ന ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഒരു സ്ത്രീ ഈ ഗെയിമിൻ്റെ ഭാഗമായിട്ട് ഈ വീട്ടിൽ നിൽക്കുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് പേഴ്സണലി ബുദ്ധിമുട്ടുണ്ട്. ബാക്കിയുള്ളവരുടെ കാര്യം എനിക്കറിയത്തില്ല. ഫോർ മീ എന്നെ പറഞ്ഞേക്കുന്നത് എനിക്കാണ് ഹേട്ടായിരിക്കുന്നത്. കാണുന്നവരൊരിക്കും അവനെ അങ്ങനെയല്ലേ പറഞ്ഞോളന്ന്. പക്ഷേ എനിക്കറിയാം, ഞാൻ അനുഭവിച്ച ട്രോമ, ഞാൻ അനുഭവിച്ച സാഹചര്യം, ഓരോ കാര്യങ്ങളും എടുത്ത് നോക്കുമ്പോൾ എനിക്കത് വലുതാണ്. ചിലപ്പോൾ വെള്ളം ആയിരിക്കത്തില്ല, ചിലപ്പോൾ പാലും തേനും എല്ലാം ഞാൻ ഒഴിച്ചെന്നിരിക്കും. വെറുതെ ഒഴിക്കുന്നിടാ പാലും തേനും ഒക്കെ എടുത്ത് ഒഴിക്കാന്ന് പറഞ്ഞാൽ അതില്ല, അതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന്. ഞാനൊരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോയതാണെന്ന് നിവിൻ. നീ ചെയ്യുമോ അത്? അഭിഷേകമോ എന്ന് അക്ബർ ചോദിക്കുന്നു. എന്തിന്? അവൾക്ക് പാലഭിഷേകമല്ല ഞാൻ ചെയ്യാൻ പോകുന്നത്. അവളെ പാലിൽ കുളിപ്പിക്കാനായിട്ട്? അക്ബർ പറയുന്നത്, നീയാണ് പറഞ്ഞത് പാലിൽ കുളിപ്പിക്കുമെന്ന്. അപ്പോൾ അത് ഞാൻ ആ ഒരു ഫ്ലോയിൽ പറഞ്ഞു പോയതാ. പാലും തേനും ഒഴിക്കുന്നതാണ് ഫ്ലോയിൽ പറയുന്നതെന്ന് അക്ബർ ചോദിക്കുന്നത്. ചാണകവെള്ളം കോരി ഒഴിച്ച് അവിടെ മൂന്തയ്ക്ക് ഞാൻ ഒഴിക്കും, എങ്ങനെയുണ്ട്? അക്ബർ പറയുന്നത്, അതൊക്കെ തൻ്റെ ഇഷ്ടം. അവക്കിട്ട പേര് വളരെ നല്ലതാണ്, ഞാൻ ശവന്നാറി. കാണാനൊക്കെ നല്ലതായിട്ടുണ്ട്, ക്യൂട്ട്നെസ്സൊക്കെ വാരി വിതറും. പക്ഷേ ക്യൂട്ട്നെസ് അല്ല ജീവിതം. ശവന്നാറിയെ തൊട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്മെല്ല് ശവങ്ങളെ തൊടുന്നതിനേക്കാളും കഷ്ടമാണ്. കെട്ട സ്മെല്ല്, ഭയങ്കര നാറ്റമാണ് അതിന്. ഭയങ്കര മത്ത് പിടിപ്പിക്കുന്ന സ്മെല്ല്, വെറും വൃത്തികെട്ട സ്മെല്ല്. അതാണ് അനുമോള്. ഇപ്പം ഞാനത് ഇവിടെ പറയുന്നു, പക്ഷേ ഞാനിതിന് പുറത്തിറങ്ങിയ ഈ വ്യക്തിയുടെ പേര് പോലും ഞാൻ പറയത്തില്ല. അക്ബർ പറയുന്നു കുറേയൊക്കെ ഞാൻ യോജിക്കുന്നുണ്ടെന്ന്. ഞാൻ പറയുന്നത് ഇവളെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് റിപ്ലൈ ആണ് ഞാൻ കൊടുക്കുന്നതെന്ന് നിവിൻ. ഇവളെ കുളിക്കില്ല നനയ്ക്കില്ല എന്നൊന്നും പറയേണ്ട കാര്യം എനിക്കില്ല. ഇപ്പോൾ നാളെ എവിക്ഷനല്ലേ, എന്നെ ഇവിടുന്ന് പുറത്താക്കിയില്ല. ഞാൻ പുറത്ത് പോയിട്ട് അനുമോളെ പറ്റിയിട്ട് എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ മുറിവേൽപ്പിച്ച ഒരു വ്യക്തിയുടെ പേര് പോലും ഞാൻ പറയത്തില്ല. അപ്പം ഞാൻ ഇറങ്ങുമ്പം ചോദിക്കുമല്ലോ അവരെ പറ്റി എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചാൽ എൻ്റെ പട്ടി പോലും പറയത്തില്ലെന്ന്. അതുകൊണ്ട് നിവിൻ നാളെ എയർപോർട്ടിലോട്ട് വരുമ്പോൾ ആരും മൈക്കും പിടിച്ചിട്ട് ചെല്ലണ്ട, നിവിനൊന്നും പറയത്തില്ല. അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വീട്ടിൽ വരാം. ഇവനെ നാളെ ഒന്ന് പിടിച്ച് പുറത്തിറക്കി തന്നാൽ മതി ലാലേട്ട്.